Hello friends, welcome to the channel. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാം നമ്മുടെ Payzapp ആപ്പിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും HDFC ബാങ്കിന്റെ ഒരു ആപ്പാണ് Payzapp എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാഷ് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് പറയുമ്പോൾ അതുപോലെ റീചാർജസ് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്താ പറയുക QR കോഡ് വെച്ച് നമുക്ക് ഗൂഗിൾ പേ ചെയ്യുന്ന പോലെ പേയ്മെന്റ്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൾട്ടിപ്പിൾ പർപ്പസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് Payzapp എന്ന് പറയുന്നത് HDFC ബാങ്കിന്റെ. അതുപോലെ നമുക്ക് അതിന് ഇഷ്ടംപോലെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളൊരു HDFC ബാങ്കിന്റെ അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഓഫേഴ്സ് കിട്ടും. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ആക്ച്വലി നമുക്ക് Payzapp ത്രൂ നമുക്ക് എങ്ങനെ നമുക്ക് ക്രെഡിറ്റ് കാർഡിലത്തെ എമൗണ്ട് എങ്ങനെ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ടു ബാങ്ക് അക്കൗണ്ട് എങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഒരു Payzapp അക്കൗണ്ട് നിങ്ങൾ ഓൾറെഡി KYC കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ആപ്പിൽ പോയിട്ട് നമുക്കത് നമ്മുടെ ആപ്പിൽ തന്നെ കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. എന്താ വെച്ചാൽ ഈസി പ്രൊസീജിയറാണ്. നിങ്ങൾക്ക് Payzapp ആപ്പ് നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് HDFC ബാങ്ക് യൂസേഴ്സ് തന്നെ ആവണമെന്നൊന്നുമില്ല. നമുക്ക് പക്ഷേ KYC ചെയ്യണം എന്നുള്ള പ്രൊസീജിയർ മാത്രമല്ല. എന്ന് വെച്ചാൽ Payzapp എന്ന് പറഞ്ഞൊരു വാലറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൽ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് നിങ്ങൾ ATM വാലറ്റ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു വാലറ്റാണ് നമ്മുടെ Payzapp വാലറ്റ്. പക്ഷേ ഇതിന് കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതെങ്ങനെ ചെയ്യാമെന്നൊക്കെ ഞാൻ നമ്മുടെ ആപ്പിൽ ഫോണിൽ തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയൊന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയതും ചെക്കൗട്ട് മറക്കണ്ട കേട്ടോ. പിന്നെ എന്തായാലും സംശയങ്ങളിലൊക്കെ എന്നെ കമൻറ്റ് ചെയ്യുക. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തൊരു പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മൊബൈൽ ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം Payzappൻ്റെ ആപ്പ്. അപ്പോൾ Payzappൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഫേസ് ഐ ഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അതിൻ്റെ ഒരു ഹോം, എന്താ പറയുക, അതിൻ്റെ ഒരു ഹോം സ്ക്രീൻ ട്ടാ. അപ്പോൾ ഇതിൽ നമുക്ക് പേ ഓപ്ഷനും ഷോപ്പ് ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സെൻഡ് മണി ഓപ്ഷൻ ഉണ്ട്, റീചാർജസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്, പാസ്ബുക്ക് ഉണ്ട്. താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് Payzapp വാലറ്റ് വരുന്നുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ സംഭവം. അപ്പോൾ Payzapp വാലറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ Payzapp വാലറ്റിൻ്റെ പ്രീപെയ്ഡ് കാർഡൊക്കെ കാണാം. അത് ID ചെയ്യും. അതുപോലെ കാര്യം നമുക്കിതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ കേട്ടോ. ആഡ് മണി ചെയ്യാം. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടോ സംഭവങ്ങളൊക്കെ വെച്ച് ആഡ് ചെയ്യാം. ആഡ് ചെയ്യാൻ എക്സ്ട്രാ കാശൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇത് ത്രൂ ക്യാഷ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺവീനിയൻസ് ഫീ ഒരു ഫോർ എക്സാമ്പിൾ പറയുക 100 രൂപ നമ്മൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു 2.9 rupees നമുക്ക് കൺവീനിയൻസ് ഫീ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ കയറിയിട്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പെൻഡിങ്ങിലാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ പിടിക്കും അത് കൺഫേം ആവാൻ. അപ്പോൾ ഇങ്ങനെ കയറിയിട്ട് ജസ്റ്റ് നമ്മുടെ നോർമൽ നമ്മുടെ Paytm ആഡ് മണി കൊടുക്കുക. എത്ര രൂപ വേണ്ട പ്രൊസീഡ് കൊടുത്തിട്ട് UPI ത്രൂ ആണോ, ക്രെഡിറ്റ് കാർഡ് ത്രൂ ആണോ, ഡെബിറ്റ് കാർഡ് ത്രൂ ആണോ, ഏത് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ആഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാനുണ്ടോ സെൻഡ് മണി ടു അക്കൗണ്ട്, അവിടെ കൊടുക്കുക. ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആഡ് ന്യൂ കൊടുക്കുക, സെലക്ട് ചെയ്യുക, ആഡ് ചെയ്യുക. നമ്മുടെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അവിടെ കൺഫർമേഷൻ വരും, അതിൽ കൊടുക്കുക, കൺഫേം ചെയ്യുക. എത്ര ഉള്ളൂ കേട്ടോ. സംഭവം നല്ല പരിപാടിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 രൂപ സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 102.9 rupees വരും. നമുക്കിപ്പോൾ അക്കൗണ്ട് ട്രാൻസ്ഫർ ക്രെഡിറ്റ് കാർഡ് ത്രൂ സെൻഡ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അതാണ് നമുക്ക് ഈസി ആയിട്ട് സെൻഡ് ചെയ്യുന്നത്. ആക്ച്വലി Paytm വാലറ്റ് പോലെ തന്നെ നിങ്ങൾ Paytm വാലറ്റ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ, പ്രത്യേകിച്ച് HDFC ബാങ്കിൻ്റെ അക്കൗണ്ട്സോ ഡെബിറ്റ് കാർഡ്സോ ക്രെഡിറ്റ് കാർഡ്സോ ഉപയോഗിക്കുന്ന ആൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. ഫുൾ KYC ചെയ്യാൻ മറക്കണ്ട. അതായത് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഹോം സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഞാനത് മാറ്റിട്ടെ. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു KYC ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടെ കാണിക്കുന്നുണ്ട് കണ്ടു. അപ്പോൾ ഫുൾ KYC ആണെങ്കിൽ നമുക്ക് 2 lakh വരെ വാലറ്റ് ബാലൻസ് കീപ്പ് ചെയ്യാം. അപ്പോൾ മിനിമം KYC ആണെങ്കിൽ പാൻ കാർഡ് മാത്രം വെച്ച് ചെയ്യണം. മിനിമം KYC ആണെങ്കിൽ നമുക്ക് 10,000 വരെ നമുക്ക് മാക്സിമം വാലറ്റിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഡിഫറൻസ് വരുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈസിയാണ്, ഭയങ്കര ഈസി മെത്തേഡാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു HDFC ക്രെഡിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ ഈസിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വേണ്ടിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കാനും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.